മഹോന്നതനേ മഹോന്നതനേ വേഗം കാൺമാൻ മൽപ്രേമകാന്തനെ കാൺമാൻ സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ മൽപ്രേമകാന്തനെ കാൺമാൻ സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാൺമാൻ മൽപ്രേമകാന്തനെ കാൺമാൻ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടീടി കൊണ്ടു മരിച്ചവരെന്ന് ൊടുവാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടീടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോടുവാഴുമ നാട്ടിൽ യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാൺമാൻ മൽപ്രേമകാന്തനെ കാൺമാൻ മഹോന്നതനേ വേഗം കാൺമാൻ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് 34-ാം സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. 34-ാമത്തെ സങ്കീർത്തനം. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിനെ ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതിന്റെ നാവിനെയും വ്യാജം പറയാതിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവരൊന്നും ഒടിഞ്ഞു പോവുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാർ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കും. കൃപയാൽ ഞങ്ങൾക്ക് വീണ്ടും കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ കൂടി വരുവാൻ കർത്താവ് കൃപ തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുള്ളിടത്തോളം കർത്താവിന് കീർത്തനം ചെയ്യുവാനും കർത്താവിനെ ആരാധിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടിരിക്കുന്നു. ക്ഷണികമായ ഞങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം ഇതാ ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഇനി എത്ര നാളെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എത്ര നാളായിരുന്നാലും
കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിത ലക്ഷ്യമായിരിക്കാൻ ദൈവങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് കേൾക്കുമാറാണ്. ഇന്ന് കൂടി വന്ന ജനത്തിനായി സ്തോത്രം. ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാ ജനത്തിനുമായി സ്തോത്രം. കർത്താവ് വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. എല്ലാവരോടും കർത്താവ് ഇടപെടുമാറാണ്. തിരുനാം മഹത്വം കുറവാകട്ടെ. ഒരിക്കൽ കൂടി താഴ്ന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട ദൂതുകളും ആലോചനകളും ദൈവശക്തിയും ആത്മാവിൻ്റെ പകർച്ചയും സ്വർഗത്തിൽ നൽകി തരുമാറാകണം. സഭാമധ്യ കർത്താവ് ഉണ്ടായിരിക്കണം. തുലാവണം അടിസ്ഥാനവും തലയുമായിട്ട് കർത്താവ് ഉണ്ടായിരിക്കണം. കർത്താവ് തന്നെ സർവ്വം നിയന്ത്രിക്കുന്ന ദൈവമായിരിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കുന്നു. കാത്തുകൊണ്ടമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. നമുക്കിരിക്കാം. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലക്, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക തൻ ശുദ്ധ നാമത്തെ പേർത്തും, വാഴ്ത്തുക താൻ ശുദ്ധ നാമത്തെ പേർത്തും, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തും, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തും, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന, ഈ ആരാധനയിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. അനേകം പേർക്ക് സംശയമുള്ള കാര്യമാണ്, പ്രാർത്ഥിക്കുന്നത് ആരാധനയാണോ, സ്തുതിക്കുന്നത് ആരാധനയാണോ, യഥാർത്ഥത്തിൽ എന്താണ് ആരാധന? ആരാധനയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്. ആരാധനയിൽ കൂടി ലഭിക്കേണ്ടത് പൂർണ്ണ സമാധാനമാണ്. അതിന് വേണ്ടത് ദൈവത്തിൻ്റെ പ്രസാദമാണ്. ഇത് സാധിക്കണമെങ്കിൽ ദൈവം പ്രസാദിക്കണം. സമാധാനത്തിന് മനുഷ്യന് സമാധാനം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബുദ്ധിയിലുള്ള സമാധാനം. എനിക്കിപ്പോൾ ഉണ്മാനും ഉടുപ്പാനും ഉണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എനിക്ക് അസമാധാനത്തിനുള്ള വഴിയൊന്നുമില്ല, അങ്ങനെയുള്ള സമാധാനമാണ്. മറ്റൊന്ന് പ്രാണന്റെ സമാധാനമാണ്. അവൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. പ്രാണന്റെ സമാധാനം അത് ബുദ്ധിയെ കവിയുന്നതാണ്. ബുദ്ധിയിലുള്ള സമാധാനമല്ല. ഒരാളെ എത്ര സമൃദ്ധി ഉണ്ടെങ്കിലും വീണ്ടെടുക്കപ്പെട്ട കർത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. അവൻ പോലും അറിയാതെ ഒരു ദുഃഖം, ഒരു വേദന അവനിലുണ്ട്. അത് അസമാധാനത്തിൽ നിന്ന് വരുന്നതാണ്. പ്രാണൻ അസ്വസ്ഥപ്പെടുന്ന അറിയുന്നതാണ്. തന്നോട് കൂടെയുള്ള തൻ്റെ പ്രാണന്റെ അനുഭവം അറിയുന്നവൻ
എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മനുഷ്യൻ അത് ഗണ്യമാക്കുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു ദിവസം കുഞ്ഞു ഈ റോഡിൽ കൂടി റോയിയുടെ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് വരിക. ആ കുഞ്ഞ് അസ്വസ്ഥമാകുന്നുണ്ട്. അവൻ ചെരുപ്പിട്ടിട്ടില്ല. എനിക്കത് അറിയാനും പാടില്ല. ഞാൻ കുറച്ചിങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ വേദന വേറൊരു മാതാവ് കണ്ട്. ആ തള്ള പറഞ്ഞു, അയ്യോ കുഞ്ഞിന് ചെരുപ്പില്ലല്ലോ, ഈ ചുട്ടുപഴുത്ത റോഡിൽ കൂടി നടക്കുമ്പോൾ അത് കിടന്ന് വിഷമിക്കുന്ന കണ്ടില്ലേ. എനിക്ക് ഉണ്ടായ ദുഃഖവും വേദനയും വിഷമവും. കാരണം എൻ്റെ കൂടെ ഒരു കുഞ്ഞ് നടക്കുന്നുണ്ടെന്നും അവൻ റോഡിൽ കൂടിയാണ് നടക്കുന്നതെന്നും ആ റോഡ് പഴുത്ത് കിടക്കുകയാണെന്നും കുഞ്ഞു കാലാണ് അതുമാത്രം അത് വിഷമിക്കുന്നുണ്ടെന്നും വേദന എടുക്കുന്നുണ്ടെന്നുള്ളതും ഞാൻ അറിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് ഞാൻ വളരെ ഉള്ളം കൊണ്ട് കരഞ്ഞു. പിന്നെ ഞാൻ എടുത്തോണ്ട് പോകും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, എല്ലാ മനുഷ്യരോടും കൂടി അവരറിയാതെ അവരുടെ പ്രാണൻ കൊണ്ട് ദുഷ്ടൻ അത് അറിയുന്നില്ല. എന്നാൽ ദൈവം കണ്ടവൻ ആ പ്രാണൻ എന്നോടൊപ്പം ഉണ്ട്. ഞാൻ സൂക്ഷിച്ചില്ല എങ്കിൽ ഈ വേദനയും മുഴുവനും അനുഭവിക്കുന്നത് അതാണെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യരാണ് ദൈവം മുൻകണ്ടിട്ടുള്ള ജനം. അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും ഏത് നോക്കിയാലും അതിലേക്ക് നോക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ഭക്തൻ. ഞാൻ അങ്ങനെ ഭക്തൻ ആരാധന ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ അതൊന്നും പറയണില്ല, ഒന്നും പറയണ്ട. ആദ്യമേ തന്നെ എനിക്ക് മൃഗങ്ങളെക്കാൾ പ്രത്യേകതായ ഒരു ഭാഗം ഉണ്ട്. അതെൻ്റെ ആത്മാവാണ്. അതെൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ നടക്കുന്നതോടൊപ്പം അത് നടക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതിന് മുഴുവനും ഉത്തരവാദി അതാണ്. ഞാൻ തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷ അനുഭവിക്കുന്നത് അതാണ്. ഞാൻ നന്മ ചെയ്യുന്നതിന് സന്തോഷം അനുഭവിക്കുന്നത് അതാണ്. ഇങ്ങനെ അതിനെ നോക്കിക്കൊണ്ട് ഏത് സമയത്തും അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കും. അതാണ് കയ്യിലുള്ള കുഞ്ഞുമായി നടന്നു പോകുമ്പോൾ, അയ്യോ വെയില, കുഞ്ഞിന് ദാഹിക്കുന്നുണ്ടാകും, കുഞ്ഞിന് വിശക്കുന്നുണ്ടാകും, കുഞ്ഞിന് വേദനിക്കുന്നുണ്ടാകും. തനിക്കൊരു ദോഷം വന്നാലും കുഞ്ഞിനൊരു ദോഷം വരരുത്. ഇതൊക്കെയാണ് ഒരു ശിശുവുമായിട്ട് യാത്ര ചെയ്യുന്നവന്റെ മനോബോധം. ഇതുപോലെ ആയിരിക്കണം ഒരു ദൈവഭക്തൻ എന്നാണ്. അങ്ങനെ ഭക്തിയുള്ളവരാ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ആത്മാവ് പോകുമ്പോൾ പറയുകയാണ്, ഉള്ളിലൊരു വെപ്രാളം, ഉള്ളിലൊരു വിഷമം. ശ്രദ്ധിച്ചു നോക്കിയപ്പോ തൻ്റെ ആത്മാവ് കിടന്നുകൊണ്ട് വിഷമിക്കുക. ആത്മാവ് വിഷമിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? വീണ്ടെടുക്കപ്പെട്ട ആത്മാവും ദൈവം കണ്ടിട്ടുള്ള ഒരു മനുഷ്യന്റെ ആത്മാവും അല്ലെങ്കിൽ ദേഹിയും ദൈവവുമായിട്ട് ബന്ധമുണ്ട്. ഒരു യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ ഇന്നിപ്പോ ഞാൻ ഒരു വഴിക്ക് പോകാൻ പോവാ, എറണാകുളത്തിന് പോകാൻ പോവാ. പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഈ പോകുന്ന യാത്രയിൽ ആപത്തുണ്ട്. അത് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. ദൈവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പ്രാണൻ അറിവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ പ്രാണന്റെ അസ്വസ്ഥത ശ്രദ്ധിച്ചു നോക്കി എന്താണ് ഇന്ന് ഈ യാത്രയ്ക്ക്. അതാണ് ദൈവത്തിന്റെ മക്കളെ ചിലപ്പോൾ ദൈവത്തിന്റെ ജനം പലപ്പോഴും പറയാറുണ്ട്, ഇന്നിപ്പോ ഇതിന് പോകാൻ എനിക്കൊരു മനസ്സില്ല, ഒരു നടത്തിപ്പില്ല, എനിക്ക് പോകാ കാര്യം പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഉള്ളില് ഒരു വെപ്രാളാണ്. എന്താണ് അതിന്റെ കാരണം? വചനം പറയുന്നത്,
എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. പാതയിൽ ദോഷമുണ്ടെന്ന് ഇന്നതിൻ്റെ എൻ്റെ യാത്രയിൽ ഈ പ്രവൃത്തിക്ക് ഞാൻ പോയാൽ എനിക്ക് അപകടമുണ്ടെന്ന് എൻ്റെ പ്രാണൻ മനസ്സിലാക്കി, എൻ്റെ ആത്മാവ് മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവം അവന് അറിവ് കൊടുത്തിട്ടുണ്ട്. അതാണ് എത്ര ഭദ്രമായ ജീവിതമാണ് ഒരു ക്രിസ്തീയ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ന് പരിശോധിക്കുമ്പോൾ നാം തീർത്തും ആദ്യം പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞാലും ഏത് കാര്യം പറഞ്ഞാലും ഉടനെ തന്നെ തനിക്ക് തൻ്റെ പ്രവൃത്തിയാൽ നന്മ തിന്മകൾ അനുഭവിക്കുന്ന തൻ്റെ ഉള്ളിലുള്ള ആത്മാവിലേക്ക് നോക്കും. അത് അസ്വസ്ഥമാണെങ്കിൽ ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പിന്നെ യാത്ര ചെയ്യും. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്. ഒരാൾ നോക്കിയപ്പോൾ തനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷ, പക്ഷെ തൻ്റെ ആത്മാവ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുക. നീ എന്തിനാ വിഷമിക്കുന്നത്? ഒരു കുഞ്ഞിനോട് എൻ്റെ അപ്പം പറയുന്ന പോലെ, ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന രക്ഷകർത്താവ് പറയുന്ന പോലെ, മോനെ നീ എന്തിനാ പേടിക്കണേ? അപ്പൻ്റെ കയ്യിലല്ലേ ഇരിക്കണേ, പിന്നെ എന്തിനാ നീ പേടിക്കണം എന്ന് പറയുന്നത് പോലെ പറയുകയാണ്. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു. അവൻ്റെ നീ പേടിക്കൊന്നും വേണ്ട. കാരണം നടക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും ഞാനതെൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്തെന്നാൽ ഞാൻ എൻ്റെ ഒരു സഹോദരനോട് കോപിക്കാൻ പോവാ. ഈ കോപിക്കാനായിട്ട് അതിനുള്ള തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ട്. അവനോട് വിളിച്ചു വരുത്തിയതിന് ശേഷം അവനോട് കോപിക്കാൻ അങ്ങ് പോയപ്പോഴേക്കും എൻ്റെ ഉള്ളില് എൻ്റെ പ്രാണം കിടന്നുകൊണ്ട് നിലവിളിക്കുന്നത് പോലെ അയ്യോ അയ്യോ എന്ന്. കാരണം സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകനാണ്. ഞാൻ ആ പ്രവൃത്തി ചെയ്താൽ ഇത് മുഴുവൻ അനുഭവിക്കേണ്ടത് എൻ്റെ ആത്മാവാണ്. അങ്ങനെ വലിയ ആപത്തില്ലാതെ ദൈവം എന്നെ അതിൽ നിന്ന് കയറ്റി. അപ്പൊ ഇതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കേണ്ട അറിവാണ്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവര് ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും നീ നാളെ വരുമോ, അല്ലെങ്കിൽ നീ എനിക്ക് എൻ്റെ കൂടെ ഒരു യാത്രയ്ക്ക് വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ചോദിക്കട്ടെ. ആരോടാ? ദൈവത്തോടും. എങ്ങനെ? അനുകൂലമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എങ്കിൽ എൻ്റെ പ്രാണനോട് കർത്താവ് പറയും, എൻ്റെ പ്രാണൻ ശാന്തമാണ്. ഇങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ജീവിതങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം. അങ്ങനെ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഒരു ദോഷവും ഒരാപത്തും വരാതെ വണ്ണം ദൈവം അവർക്ക് സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോഴപ്പോൾ ഉള്ളില് ആത്മാവ് എത്ര പറഞ്ഞിട്ടും സമാധാനിക്കുന്നില്ല. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്റെ മുഖപ്രകാശ രക്ഷയാവുന്നുവെന്ന് എൻ്റെ പ്രാണനോടൊന്ന് പറയണമേ, എൻ്റെ ആത്മാവിനൊന്ന് പറയണമേ. അതിനെ അടക്കി കിടത്തിയിട്ടേ ഉള്ളൂ. ഒരു 3-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, അമ്മയുടെ അടുക്കൽ മുലകൂടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ ആത്മാവ് എൻ്റെ അടുക്കൽ മുലകൂടി മാറിയതുപോലെ ആകുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ, എൻ്റെ പ്രാണനെ തണുപ്പിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. ഇങ്ങനെ അവനവന്റെ ആത്മാവിന്റെ അവസ്ഥ അറിയുന്ന ഒരുവനാണ് യഥാർത്ഥത്തിൽ ഭക്തൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് കാര്യത്തിനും എടുത്തിയാടും. എൻ്റെ ജീവിതത്തിലെ മുമ്പത്തെ ഒരു സ്വഭാവമാണ്. ഏത് കാര്യത്തിനും എടുത്തിയാടും. പോകുന്നുണ്ടോ പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ടോ ചെയ്യാൻ പോവാ. എന്നാൽ അതൊരു കാര്യം ചിന്തിക്കുക, ഈ യാത്രയിൽ, ഈ പ്രവൃത്തിയിൽ
എന്തെങ്കിലും ദോഷം ഭവിക്കുമോ അതൊന്ന് ചോദിച്ച് ദൈവത്തോടും സ്വന്തം പ്രാണനിലേക്കും ഒന്ന് നോക്കി ഈ കാര്യത്തിന് ഇറങ്ങുവാണെങ്കിൽ ഒരു ദോഷവും വരില്ല. പക്ഷെ അതിന് നിൽക്കാതെ വണ്ണം സ്വന്തം വഴിക്കിലേക്ക് പോയി അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുന്നു. അവസാനം എല്ലാവർക്കും സങ്കടം, വേദന. തന്നിഷ്ടം ചെയ്തതാണ്. ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നത് സമാധാനം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് ബുദ്ധിയിലുള്ള സമാധാനമുണ്ട്, ബുദ്ധിയെ കവിയുന്ന സമാധാനമാണ്. ആ സമാധാനം ഏറ്റവും പ്രധാനമാണ്. അതാണ് ഒരു ആരാധനയിൽ കൂടി ഒരു മനുഷ്യൻ പ്രാപിച്ചെടുക്കുന്നത്. അങ്ങനെ പ്രാപിച്ചെടുക്കുന്ന സമാധാനത്തോടെ എഴുന്നേൽക്കുന്നവൻ ശാന്തമായി. അതാണ് ഒരു ആരാധനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അടുത്തത്, ഈ സമാധാനത്തിന് വിരുദ്ധമായി നിൽക്കുന്നത് എന്താ? ദൈവവുമായിട്ട് ഉള്ള ബന്ധത്തിൽ ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ സമാധാനം ഇല്ലാതാക്കുന്നത് എന്താ? സമാധാനം ഇല്ലാതാക്കുന്ന കാര്യമാണ് ദൈവം നോക്കുമ്പോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവം നോക്കുന്നത് പുറമേ അല്ല, പിന്നെയോ ഹൃദയത്തെ നോക്കുന്നവനാണ്. എന്തിനു വേണ്ടി? മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് കണ്ണാടിയാണ്. ഈ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ദൈവമുഖം കാണണം. അങ്ങനെ കാണുന്നവന് ഒരു സമാധാനക്കേടും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അവൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കും, അവൻ ആഗ്രഹിക്കുന്നത് സാധിക്കും. എന്നാൽ ഈ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാണുമ്പോഴാണ് പ്രശ്നം. നോക്കുന്നത് ഞാൻ, കാണുന്നത് മറ്റൊരു മുഖം എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ ആരംഭിക്കുക, അസമാധാനം ആരംഭിക്കുക. അവിടെയാണ് ആരാധനയുടെ പ്രത്യേകത. ആരാധനയ്ക്ക് വന്നിരിക്കുന്നു, പുറമേ ഉള്ളതിനെയല്ല, ഹൃദയത്തെ നോക്കുന്ന ദൈവം ഹൃദയത്തിലേക്ക് നോക്കി. അത് കണ്ണാടിയാണ്. ഇവിടെ കണ്ണാടിയിൽ കാണുന്ന മുഖം എന്ന് പറയുന്നത് ദൈവമുഖമല്ല, പിന്നെ എന്താ? അത് അവൻ ദൈവത്തെക്കാൾ ഉപരിയായി ഭയപ്പെടുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മറ്റെന്തെങ്കിലുമൊക്കെ വരുമ്പോ ഈ കണ്ണാടിയിൽ അതേ വരും. അത് മനുഷ്യന്റെ ഹൃദയം എന്ന കണ്ണാടിയുടെ പ്രത്യേകതയാണ്. ദൈവം ഒക്കെ ശരി തന്നെ. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അനുസരിക്കുന്നത്, വിശ്വസിക്കുന്നത് ഒരു മനുഷ്യനെയാണെങ്കിൽ ആ മനുഷ്യനായിരിക്കും ഈ കണ്ണാടിയിൽ കാണുന്നത്. അവിടെയാണ് കർത്താവ് ആരാധനയിൽ വരുമ്പോൾ നോക്കിയിട്ട് പറയുന്നത്. ആരാധന വരുന്നവരെയും പറയില്ല കർത്താവ്, ആരാധനയിൽ വരുന്നത് വരെയും പറയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആരാധനയിൽ മുട്ട് മടക്കി ശ്രദ്ധയോടുകൂടി ഇരിക്കണം. കർത്താവ് എന്താ പ്രശ്നം? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോ കന്നുകാലികളും കുട്ടികളും നിങ്ങളുടെ ബന്ധുക്കളൊക്കെ അവിടെ നിൽക്കട്ടെ, പുരുഷന്മാർ പോ ആരാധിക്കാൻ. മോശ പറഞ്ഞു പറ്റില്ല. എന്നാ കുഞ്ഞുകുട്ടികളും എല്ലാം പോ, പറ്റില്ല. സകല ഒരു കുളമ്പ് പോലും ശേഷിക്കാൻ പാടില്ല. മൃഗങ്ങളും മനുഷ്യരും സകലവിധ ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ പോണം. എന്തിനെന്നറിയാമോ? അവിടെ എത്തുന്നത് വരെയും ഏതിനെയാണ് യാഗം കഴിക്കേണ്ടത്, ഏതിനെയാണ് അർപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതെന്താ അങ്ങനെ? കർത്താവ് നോക്കുന്ന സമയം ആരാധനയിൽ നോക്കും, വഴിപാട് അർപ്പിക്കുമ്പോൾ നോക്കും. കർത്താവെ, ഞാൻ വഴിപാട് കഴിക്കാൻ വന്നതാ. ആരെയാ? എന്തിനെയാ? ഏറ്റവും വലുതിനെ. ഏതിനെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ വന്ന് വരിക.
ഒരുക്കി, യാഗപീഠം ഒരുക്കി, വിറകടുക്കി, മകനെ കിടത്തി, കത്തിയെടുത്തു. യാഗത്തിന് തൊട്ട് മുമ്പ് കർത്താവ് പറയാം, യാഗം കത്തി വീഴുന്നതിന് മുമ്പ് കർത്താവ് പറയാം, മകന്റെ മേൽ കൈവയ്ക്കണ്ട. മകന്റെ മേൽ കൈവയ്ക്കേണ്ട കാര്യമില്ല. കാരണം അബ്രഹാമിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ കണ്ണാടി തന്നെയാ, അതിൽ കുറച്ച് പ്രശ്നമൊന്നുമില്ല. അതില് ദൈവത്തെക്കാൾ ഉപരി ഒന്നുമില്ല. പിന്നെ എന്തിനാ മോനെ യാഗം കഴിക്കണേ? വേണ്ട. അവിടെ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് മുള്ളുകൾക്കിടയില് കാടിട്ടുണ്ട്, കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനെ യാഗം കഴിച്ചാൽ മതി. അപ്പോ ഇസ്രായേൽ ജനം പറഞ്ഞതിന്റെ, മോശ പറഞ്ഞതിന്റെ പൊരുളതാ, അവിടെ എത്തുന്നത് വരെയും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഏതിനെ യാഗം കഴിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും മകൻ ഹൃദയത്തിലുണ്ട്. നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനാ. മകൻ കണ്ണാടിയിലുണ്ട്. നോക്കുമ്പോ കണ്ണാടിയിൽ ഒരുപക്ഷെ കാണാം, യാത്ര ചെയ്ത് പോകുമ്പോഴും കാണാം. പക്ഷേ കത്തി ഓങ്ങി, കത്തി എടുത്തു, അതെല്ലാം പോയി. ഹൃദയത്തിൽ ഇപ്പൊ ഒന്നുമില്ല. കർത്താവിനോടുള്ള വിശ്വാസവും കർത്താവിനുള്ള ഭക്തിയും അനുസരണവും സ്നേഹവും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. കണ്ണാടി പോലത്തെ ഹൃദയം. പിന്നെ എന്തിനാ നീ മനുഷ്യനെ യാഗം കഴിക്കണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആടിനെ യാഗം കഴിച്ചു. ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതാ ഇസ്രായേൽ മക്കൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വരണം. ഏതിനെയാണ് അർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കേണ്ടതെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അവിടെ എത്തുമ്പോഴേ അറിയാവുള്ളൂ. അവിടെ എത്തുമ്പോൾ എങ്ങനെ അറിയാം? അവിടെ എത്തുമ്പോൾ ദൈവം ഹൃദയത്തെ നോക്കുമ്പോൾ ഏതാണ് തടസ്സം? ആടിനെ യാഗം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അതല്ല, ആടിനെ വേണ്ട, നിന്റെ മകനെ മതി എന്ന് പറഞ്ഞാൽ അതാണ്. സമാധാനം വേണമോ? അത് വേറൊരു വഴിയില്ല. അവിടെ എത്തി, ആടിനെ യാഗം കഴിച്ചു, സമാധാനത്തിൽ അവൻ ഇറങ്ങി, മകനുമായി തിരിച്ചു പോന്നു. ഇന്ന് കർത്താവിന്റെ വചനം നമ്മോടും പറയുന്നു അത്രേ ഉള്ളൂ. ഇന്ന് ഇത് സംബന്ധിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ദൈവം നോക്കുകയാണ്. ഏതിനെയാണ് അർപ്പിച്ച് ആരാധിക്കേണ്ടതെന്ന് നമുക്കറിയാൻ പാടില്ല. ഇപ്പൊ പറയും. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് വന്നാൽ അല്പസമയം ഒരുങ്ങണം. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നോക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ണാടി പോലെ കാണാൻ പറ്റാത്ത നിലയിൽ എന്ത് മൂടുപടമാണ് കിടക്കുന്നത്. അതിനെ നീക്കി ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് കർത്താവ് കൃപ തരണം. ദൈവത്തിന്റെ വചനം പറയുന്നത്, ആരാധനയിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണ സമാധാനത്തിൽ എഴുന്നേൽക്കും. അതും സ്വന്തം പ്രാണനിലേക്ക് നോക്കി അറിയണം. അമ്മയുടെ അടുക്കൽ മുലകൂടി മാറിയതുപോലെ ശാന്തമായി ആ കുഞ്ഞ് തൻ്റെ പ്രാണൻ ഉള്ളിൽ വിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആരാധന കഴിഞ്ഞ് മടങ്ങുന്ന ഹാബേൽ സന്തോഷമായി, സമാധാനമായി. ആ സമാധാനത്തിന്റെ ആഴം എന്താണെന്നറിയാമോ? മരിച്ചാലും വേണ്ടി. ചിലർ പറയില്ലേ, ഒരു മകളുടെ വിവാഹം വളരെ നാളായിട്ട് നടക്കാത്തതാണ്. വിവാഹം കഴിഞ്ഞ് ആ താലികെട്ടൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആ അപ്പൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിരുന്ന് ഇവിടുന്നൊക്കെ ഇത്തിരി ഭക്ഷണമൊക്കെ എടുത്തിട്ട് സന്തോഷമായിട്ട് കഴിച്ചിട്ട് പറയാം, മരിച്ചാലും വേണ്ടില്ല. ഇനി എന്തിനാ? മരിച്ചാലും കുഴപ്പമില്ല. അപ്പോ അദ്ദേഹത്തിന്റെ കാര്യം സാധിച്ചു. ഇവിടെ വചനം പറയുന്നത് സമാധാനമായി. ആർക്ക്? ഹാബേലിന്. കാരണം മരിച്ചാലോ ഇതിനു വേണ്ടി, മരിക്കാൻ വേണ്ടിയിട്ടാ.
ഇല്ല. ഇനി മരിച്ചാലും ഇനി മരിച്ചാലും മരിക്കാത്ത പ്രാണൻ, മരിക്കാത്ത ആത്മാവ് ഈ പൊടിയിൽ നിന്ന് സംസാരിക്കും. നിത്യതയിൽ എനിക്കൊരു സ്ഥാനം വന്നു. അടങ്ങിയിരിക്കില്ല. ഉടയവനോട് സംസാരിക്കുന്ന എന്റെ പ്രാണൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വെളിച്ചം കാണും. വെളിച്ചത്തിൽ എന്റെ കർത്താവിന്റെ മുഖം കാണും. വെളിച്ചത്തിൽ അളവ് മനോഹര ദേശത്ത് എനിക്ക് വീണിരിക്കുന്നത് ഞാൻ കാണും. എന്റെ പ്രാണൻ കാണും. സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷിക്കും, പാനം ചെയ്യും. ഉത്സവങ്ങളുടെ നഗരമായ സിയോനിൽ ഞാൻ എന്റെ കർത്താവിനോടൊപ്പം ഉല്ലസിക്കും. ഇത്രയൊക്കെ ഉറപ്പാ കിട്ടുന്നേ. അതിനുള്ള മാർഗമാണ് ആരാധന. അതിനുള്ള വഴിയാണ് ആരാധന. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ആരാധനയെ ഒരിക്കലും ചെറുതായിട്ട് കാണാനോ നിഷേധിക്കാനോ പാടില്ല. ഏത് ആരാധനയിലാണ് എപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നതെന്നും പ്രാണനെ സമാധാനത്തിലാക്കി തീർക്കുന്നതെന്നും നമുക്കറിയാൻ പാടില്ല. നമുക്കറിവില്ല. പക്ഷേ അതിനുവേണ്ടി കാക്ഷിക്കുന്നവരുണ്ട്. കായീൻ ഇതിനു വേണ്ടി വന്നല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആരാധനയ്ക്ക് വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആബേലും വന്നു, കായീനും വന്നു. വചനം പറയുന്ന പോലെ എന്റെ ആത്മാവെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറയാ, എന്റെ ആത്മാവ് നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്, നീ എന്തിനാ ഈ കരയണേ? നമ്മളൊരു കാര്യത്തിന് പോവല്ലേ? അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് എന്റെ കർത്താവിനോട് ചേരുവാൻ കാക്ഷിക്കുക. ഇത് മുഴുവനും, അതായത് ഒരു ഭക്തന്റെ ജീവിതം, രക്ഷിക്കപ്പെട്ട ഒരു ഭക്തന്റെ ജീവിതം മുഴുവനും ഇതിലേക്ക് നോക്കിയിട്ടാ. ഒരു മാതാവ്, ഒന്നല്ല അനേക അമ്മമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാ. ഞാൻ എങ്ങനെ ജീവിച്ചതാ, എങ്ങനെ നടന്നതാ. ഇന്ന് ഇവൻ ജനിച്ചേ പിന്നെ, ഇവൻ ഉണ്ടായതിൽ പിന്നെ വെളുക്കുന്നത് എപ്പോഴാ, ഇരുട്ടുന്നത് എപ്പോഴാ, ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴാ, ഉച്ചയാവുന്നത് എപ്പോഴാ, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. കാരണം അവന്റെ കാര്യങ്ങളാണ് മുഴുവനും. അവന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. എപ്പോഴൊക്കെയോ ഭക്ഷണം കഴിക്കുന്നു, എപ്പോഴൊക്കെയോ ഉറങ്ങുന്നു. രാത്രിയിലൊന്നും അവൻ ഉറങ്ങില്ല, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അവൻ എന്തു ചെയ്യുന്നു അതോടൊപ്പം ഞാൻ ചെയ്തേ പറ്റുള്ളൂ. ഇതുപോലെയാണ് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല്, വിവേകമുള്ളവൻ. ഇതിങ്ങനെ അസ്വസ്ഥമായിട്ട് കിടക്കുകയാണ്. കാരണം എവിടം വരെ അസ്വസ്ഥത? ശരീരം എന്ന് ഈ കൂടാരം അഴിഞ്ഞു പോയാൽ പ്രാണൻ സംസാരിക്കുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവന് സമാധാനം ഉണ്ടാവില്ല. എന്നാൽ ഇന്ന് ഹാബേലിന്റെ ദുഃഖങ്ങളെല്ലാം തീർന്നു. കാരണം ദൈവം പ്രസാദിച്ചു. ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. എന്നാൽ ആരാധനയ്ക്ക് വന്ന കായീനോ, നീ എന്തിനാ വന്നേ? നീ ഇതിലേക്ക് വരാനുണ്ടായ പ്രേരക ശക്തി ഏതാ? നീ ഏതായാലും ഇത്രയും മെനക്കെട്ടല്ലോ, ആരാധനയ്ക്കായിട്ട് വന്നല്ലോ, ശരി, എന്തിനു വേണ്ടിയിട്ടാ വന്നേ? അവൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തു, അവനവന്റെ വഴിക്ക് പോയി. ഇങ്ങനൊരു ആത്മാവ് അവനുണ്ടെന്നോ, അത് അസമാധാനത്തിലാണെന്നോ, അത് സമാധാനത്തിലാകാൻ കഴിയുമെന്നോ ഇതൊന്നും അറിയാൻ പാടില്ല. അറിവില്ല. ദൈവത്തിന്റെ വചനം ഒരു ആരാധനക്കാരന്റെ ഹൃദയത്തിലെ വാഞ്ച എത്ര ഭയങ്കരമെന്ന് നാം പഠിക്കണം. ഇതിൽ നിന്ന് പഠിക്കണം. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒന്ന് പരിശോധിക്കാം. നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി തന്നവൻ ഇന്ന് നമ്മുടെ പ്രാണനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ദൈവമേ,
ഈ ആരാധനയിൽ കൂടി ഞാൻ പ്രാപിക്കേണ്ടത്. എൻ്റെ ആത്മാവ് പൂർണ്ണ സമാധാനത്തിലായി തീരുന്നത് അനുഭവിപ്പാൻ എനിക്ക് കൃപ തരണം. കർത്താവ് പ്രസാദിക്കുന്നുവെങ്കിൽ അത് സാധിക്കും. കർത്താവിന്റെ കരം അനുകൂലമെങ്കിൽ അത് സാധിക്കും. അനേകർക്ക് ലഭിക്കാത്ത ആ നന്മ നമുക്ക് ലഭിക്കാൻ ദൈവം സഹായിക്കും. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിൻ ആത്മാവിനാൽ. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിൻ ആത്മാവിനാൽ. യാത്ര ചെയ്യാം ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി.